അതായത് നമ്മുടെ ഒരു മല്ലു വെസ് ആൻഡർസൺ പടം പോലെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു മൊത്തത്തില്. അതായത് നമ്മുടെ ഇതിന്റെ ഡയറക്ടർ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. എന്ന് വെച്ചാൽ പെരുമാണി എന്ന് പറഞ്ഞ ആ ഒരു നാടും അവിടുത്തെ ആൾക്കാരും ടോട്ടലി ഡിഫറെന്റ് ഒരു സംഭവമാണ്. കൊള്ളാം. വിനയ് ഫോർട്ടൊക്കെ അടിപൊളിയാണ്. ലുക്മാൻ അടിപൊളിയാണ്. അങ്ങനെ കോമഡി എന്ന് പറഞ്ഞാൽ ഇതൊരു വെസ് ആൻഡർസൺ പടമില്ലേ, ആ ഒരു മൂഡാണ് പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മല്ലു വെസ് ആൻഡർസൺ പടം എന്ന് പറയാം. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മലയാളത്തിൽ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു വേറൊരു യൂണിവേഴ്സാ പടം. എന്നുവെച്ചാൽ ഒരു പാരലൽ വേൾഡ് നടക്കുന്ന കഥ. ആ ഒരു വൈബാണ്, രസമുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്ന് വെച്ചാൽ അത് ആ ഒരു വൈബാ. എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ആ ഒരു വൈബിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പടം ഓക്കെയാണ്, സെറ്റാണ്. മലബാറി കല്യാണം ആ ഒരു മൂടൊക്കെയാണോ? മലബാറി ഒരു മൂഡ്. ഒരു എന്ന് വെച്ചാൽ ടോട്ടലി ഇത് കഥ നടക്കുന്ന വെച്ചാൽ വേറൊരു വേൾഡിലാണ്. ആ ഒരു മൂഡിലാണ് കൊണ്ടുവന്നേക്കുന്നത്. വെച്ചാൽ ഒരു പാരലൽ യൂണിവേഴ്സ് നടക്കുന്ന കഥ. ആ ഒരു മൂഡ് കൊള്ളാം, അടിപൊളിയാണ്, രസമുണ്ട്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ടൈപ്പ് പടം. എന്നുവെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക് ആ ഒരു മൂഡ് വൈബാണ്. ഫോട്ടോ കൊള്ളാം. പിന്നെ മറ്റേ അഭിയായിട്ട് ഇതിനകത്തെ ലുക്മാൻ കൊള്ളാം. പിന്നെ കഥ നമ്മുടെ ഒരു ആമേന്റെ കാട്ടില്ല, അതേപോലെ ഉള്ള ആ ഒരു മൂഡാണ്. വേറൊരു ലോകത്തേക്ക് എത്തിച്ചോ? വേറെ ലോകമല്ല, നമ്മള് കാണാൻ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയായിട്ട് അത് കുഴപ്പമില്ല. മലപ്പുറം വൈബ് അതൊക്കെ എങ്ങനെയുണ്ട്? മലപ്പുറം വൈബ് അല്ല, അതൊരു ഗ്രാമീണ പ്രദേശത്തുള്ള നല്ലൊരു പടമായിട്ടുള്ള സെറ്റാണ്. കോമഡി ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ലൊരു എല്ലാരും ചെറിയ റോളൊക്കെ ആണെങ്കിലും പൊളിയായിട്ട് കോമഡി കൊണ്ടുവരുന്നു. ഒരു പാട്ടൊക്കെ പാടുന്നൊരു പുള്ളി ലാസ്റ്റ് വരുന്നുണ്ട്, അതൊക്കെ കൊള്ളാം. മലബാറി കല്യാണം ആ ഒരു വൈബൊക്കെയാണോ? സുലേഖ മനസ്സിൽ അതുപോലെയൊക്കെ? അതൊന്നുമല്ല, പടം വേറെ കൊള്ളാം. നല്ല സിനിമയാണ്. കഥയും തിരക്കഥയും എല്ലാം നല്ല, പിന്നെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ നമ്മുടെ ആമേൻ പോലെയൊക്കെ സിനിമയൊക്കെ ആയിട്ട് അതിനുശേഷം വന്നൊരു സിനിമ എന്നുള്ള ഈ ഒരു രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗോപി സുന്ദർ? നല്ല ഇതാണ്. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? നല്ല രീതിയിൽ ഉണ്ട്. കാരണം പിന്നെ നമുക്ക് ഈ പിള്ളേർക്കും ഫാമിലീസിനും എല്ലാം നല്ല രീതിയിൽ കണ്ടുവരാൻ പറ്റില്ല. ഒരു ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കാണാൻ വേണ്ടി. പിന്നെ ഒരുപാട് ചിന്തിക്കാനും പിന്നെ അങ്ങനെ മനസ്സിലാക്കാനും പറ്റിയ ഒരു സിനിമയാണ്. അതൊരു ഹാസ്യ രീതിയിലും അതുപോലെ തന്നെ പിന്നെ ഇമോഷണൽ രീതിയിലൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. നൈസ് പടമാണ്, നന്നായിട്ട് നല്ല രീതിയിൽ ചിരിക്കാറുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ മാൻഡ്രസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഓർത്തഡോക്സ് ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ്. മലബാറീസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം കുറേയൊക്കെ നടക്കുന്നുണ്ടല്ലോ, കുറേ ഫോഴ്സ് ചെയ്തിട്ടുള്ള കല്യാണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് നമ്മൾ പെരുമാനി എന്നുള്ള പ്രത്യേക ഒരു സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും ഗോപി സുന്ദറൊക്കെ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു മലബാറി മൂഡ് വരുമ്പോൾ ഒരു ഒരു അറബിക് ടച്ചൊക്കെ വെച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. പാട്ടൊന്നും പറയാനില്ല. പെർഫോമൻസ് വൈസ് നൈസായിരുന്നു. ലുക്മാനാണെങ്കിലും പൊളിയായിരുന്നു. പിന്നെ വിനയ് ഫോർട്ട് എല്ലാവരും നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫി നല്ലൊരു സംഭവം. കാര്യം നല്ല രസമായിരുന്നു. ആർട്ട് ടീമൊക്കെ ആണെങ്കിലും എല്ലാം നൈസ് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെരുമാനിയിലാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് പെരുമാനി എന്ന് പറയുന്നത് പൊന്നാനി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ഒരു കൊട്ടെന്ന് അറിയില്ല.